ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തണം. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ചൂട് കാരണം എനിക്കിരിക്കാൻ വയ്യേ, ആ ഒരു സിറ്റുവേഷനാണ്. എല്ലാ ക്ലൈമറ്റും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഇന്നലെ വീഡിയോ ഇട്ടില്ല, 2 ദിവസം നല്ല തിരക്കായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട്. കാര്യം അത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണേ. പിന്നെ മായ കൊച്ചെന്നോട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ, പാർക്കിൽ കൊച്ചുങ്ങൾ വന്നിരുന്ന് പിള്ളേരിരുന്ന് കുസുമത്ത് കാണിക്കുന്ന പരിപാടിയെ പറ്റി. അപ്പം ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് മായ പറഞ്ഞു, ചേച്ചി എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, ഞാനും പറഞ്ഞായിരുന്നു. സത്യം മായക്കുട്ടി, ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. ഇപ്പം ഞാൻ ആ മായയും പറഞ്ഞായിരുന്നു കേട്ടോ. എന്തോ ചെയ്യാനാ, നമ്മുടെ കാലം അങ്ങനെ ആയിപ്പോയി. പിന്നെന്തുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? എന്തെങ്കിലും എനിക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ ചിന്തിക്കുകയോ ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്യണമെങ്കിലോ എനിക്ക് അന്നേരം ചെയ്യണം. പിന്നത്തേക്കിനത് മാറ്റി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കതൊരു പ്രത്യേക സ്വഭാവമാണ്. അത് അന്നേരം തന്നെ. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ റേച്ചൻ. ഇപ്പം ഞാൻ റേച്ചൻ ഫോൺ ചെയ്തിട്ടിരിക്കും. ഞാൻ ഫോണിന് ഒരു ട്രാക്ക് പാൻറ്റ് ഇന്നാളി ഞാൻ ഓൺലൈനിൽ ഞാൻ തപ്പിപ്പിടിച്ച് നോക്കിയുണ്ടേ അവർക്ക് അന്ന് ഓൺലൈനിൽ അത് വാങ്ങിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഓൺലൈനിൽ അങ്ങനെ ശരിയാവത്തില്ലെന്നുള്ളതിൽ ഞാൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ഇത്രയും നാളായിട്ട് അത് കുഴപ്പമില്ല. അവനും അത് ഇഷ്ടമായി. അപ്പോൾ അവൻ പറഞ്ഞായിരുന്നു, പപ്പ ഒരെണ്ണം കൂടെ വാങ്ങി. ഞാനത് 2-3 തീരെ റേച്ചാനോട് ഓർപ്പിച്ച് അത് ബുക്ക് ചെയ്യണേന്ന്, ഓൺലൈനിൽ ചെയ്യണേന്ന്. ഇപ്പം ഞാൻ ചോദിച്ചു അന്നേരം സാധനം വന്നില്ല. ഞാൻ ചോദിച്ചു ബുക്ക് ചെയ്തില്ലായിരുന്നോ? ഇല്ലായിരുന്നെന്ന്. അതാ ഞാൻ പറയുന്നത്, നമ്മൾ പിന്നത്തേക്കിന് ഒരു കാര്യവും വെക്കല്ല്. നമ്മൾ കഴിവതും നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമോ, മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. പണ്ടുള്ള സമയത്തെ പിടിച്ചാൽ കിട്ടത്തില്ല. സമയം അങ്ങ് കടന്നു പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ കഴിവതും അന്നേരം തന്നെ. ഇപ്പോൾ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും കാണാതെ പോയാലും എനിക്കൊരു സമാധാനം കാണത്തില്ല. അത് കിട്ടുന്നിടം വരെ ഞാൻ തപ്പിയിരിക്കും. എന്നാൽ ഇവർക്കൊന്നും അതിൻ്റേതായ ഇതില്ല. അവർ പറയാം പോയെങ്കിൽ പോട്ടെ, അങ്ങനെയുള്ളൊരു മട്ട. പക്ഷേ എനിക്കങ്ങനെയല്ല. ഞാനത് കിട്ടുന്ന അയ്യോ പോയല്ലോ ഇവിടെ തപ്പാവുന്നിടം മൊത്തവും ഞാൻ തപ്പും. അങ്ങനെയാണോ നിങ്ങളൊക്കെ? ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ചെയ്യുന്ന ഇന്നത്തെ റെസിപ്പി നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ആണോ എന്നൊക്കെ ഒന്ന് പറയണേ. ഇപ്പം മാവൊക്കെ അരച്ച് വെച്ചായിരുന്നു ഇഡലിയും ദോശയും ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം അതൊന്ന് ഉപ്പൊക്കെ ചാലിച്ചൊന്ന് കലക്കി അങ്ങോട്ട് വെക്കട്ടെ. എന്നിട്ട് ചായ വെക്കും, കൊച്ചിന് കുടിക്കാനുള്ളത് എടുക്കും. അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ. രാവിലെ അടുക്കളയിൽ വന്നാലേ ഞാൻ ജനലും തുറന്നങ്ങ് എക്സോസ് വിടും. കാരണം അത്രയ്ക്ക് ചൂടാണ്. ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പം ഈ വെളിയിൽ നിന്നുള്ള ചൂടുകൂടി ഇങ്ങോട്ടടിച്ച് ഗ്യാസിൻ്റെ ഗുണമില്ല. നമ്മൾ ഈ തേപ്പൊട്ടിയും കൊണ്ട് നമ്മുടെ ചിരട്ടയും കൊണ്ട് നമ്മൾ ഇസ്തിരി ചെയ്യത്തില്ലേ, അതുപോലുള്ളൊരു സ്മെല്ലാണ് അങ്ങ് വരുന്നത്. നമ്മുടെ തുണിയൊക്കെ ആ ഗ്യാസിൻ്റെ അടുത്തേക്കും. എനിക്ക് പേടിയാണ്, എക്സോസ് കൂടി ഇടാൻ എനിക്ക് പേടിയാണ്. കാരണം അത്രയ്ക്ക് പൊള്ളുന്ന ചൂട്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ എക്സോസ് ഇട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് അതിൽ നിന്ന് വരുന്ന കേട്ട് കിരിയില്ല. പണ്ട് ഇതുപോലെ ഞങ്ങളുടെ എക്സോസ് പറഞ്ഞാൽ കത്തിയതാണ്. അപ്പോൾ എനിക്കങ്ങ് പെട്ടെന്ന് ഞാനങ്ങ് ഓഫാക്കിയിട്ട് പിന്നെ എനിക്കൊരു ചൂട് കാരണം സഹിക്കാൻ വയ്യാഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് ഞാനങ്ങ് ഇട്ട്. എനിക്ക് പേടിയത് കത്തുമോ എന്തുവാന്നുള്ളത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും എക്സോസ് ഫാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലീൻ ചെയ്യുന്ന എന്തോ കൊണ്ടാണെന്ന് പറയണേ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ സ്നാബിറ്റിൽ നിന്നൊരു കൊച്ചിനെ വിളിച്ചോണ്ടേ ഞാൻ ഈ ജനലിൻ്റെ അവിടെ കഴുകാൻ നേരം ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതൊന്ന് തുടന്നേരം അവൾ പറഞ്ഞ്, മാഡം ഇത് എത്ര നമ്മൾ സോപ്പും കൊണ്ടും ഇതും കൊണ്ടും കഴുകിയാലും അതിൻ്റെ അകത്തൊരു ഓയിൽ പോലൊക്കെയല്ലേ ഇരിക്കുന്നത്, പശ പോലെ. അത് അവൾ ഒരു ദിവസം ഞങ്ങളുടെ ഈ സൊസൈറ്റിയിൽ തന്നെ ഒരു വീട്ടിൽ ചെന്നോണ്ടേ അവരൊരു സ്പ്രേ കൊടുത്തന്നു അവളുടെ കയ്യിൽ. എന്നിട്ട് അത് അടിച്ചിങ്ങനെ പത പോലെ ഇരിക്കും. അതങ്ങോട്ട് അടിക്കുന്നുണ്ടെ പത പോലെ അങ്ങാവും. ഒരു 10-20 മിനിറ്റ് അതങ്ങനെ ഇട്ടിട്ട് പിന്നെ അത് കഴുകിക്കളഞ്ഞാൽ നന്നായിട്ട് ക്ലീനായി. അപ്പം അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരൊന്നും ചോദിച്ചില്ല വേണമെന്ന്. അപ്പോൾ ഇനിയൊന്നും അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ അവിടെ കാണാം അവരുടെ അടുത്ത് കടയിലൊന്ന് റീച്ചാനെ കൊണ്ട് ചോദിപ്പിക്കണം. അത് നമ്മൾ അവർ പറഞ്ഞത് ശരി, എത്ര നമ്മൾ സോപ്പിട്ട് ചെയ്താലും അത് അതിൻ്റെ ആ ഒരു ഓയിൽ അങ്ങോട്ട് പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലേ ഗോന്ത് വെള്ളത്തിൽ ഇട്ടെന്ന്. അപ്പം ജുവല് പറയുക,
എന്തോ ഓന്ത് വെള്ളത്തിട്ടുന്നത്. ഞാനത് പിന്നെ മെസ്സേജ് വായിച്ചു, അതിന് റിപ്ലൈ ഇതുവരെയും കൊടുത്തില്ല. രാവിലത്തേക്ക് എല്ലാം ദോശയും ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്ന് തിരിച്ചിടാൻ പോയതാണ്ട് അത് മുറിഞ്ഞു പോയി. അപ്പം ഇഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കഴിക്കട്ടെ. സാമ്പാറിന് പക്ഷേ ഈ കളറല്ല, ഇച്ചിരിയും കൂടെ ഒരു യെല്ലോ പോലുള്ളൊരു കളർ, ഇത്രയും ഡാർക്ക് കളറില്ല. ആ പ്ലേറ്റിൻ്റെ അത് ഓരോ പ്ലേറ്റിലും നമ്മൾ സാധനം വെക്കുമ്പം അതിൻ്റേതായ കളർ നമുക്ക് എടുത്ത് അറിയാൻ തോന്നും. ഇങ്ങനത്തെ ഡാർക്ക് കളറല്ല കറിക്ക്. രാവിലത്തെയൊക്കെ കഴിഞ്ഞ് കുറച്ച് ജോലികളൊക്കെ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്ത്. ഇത് ഒത്തിരി ഓയിലില്ല കേട്ടോ, വീഡിയോയിൽ കൂടെ ഒത്തിരി ഓയിലായിട്ട് കാണും. ഇത് കുഞ്ഞു പാത്രവുമാണ്. അപ്പം ഞാൻ തൈരൊക്കെ ഒന്ന് ഉടച്ചായിരുന്നു. അപ്പോൾ അതിന് കടുക് വറക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ജീരകവും കടുകും ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കീറിയത്, സവാള അരിഞ്ഞത്, അതെല്ലാം കൂടെ ഒന്നിട്ട് വഴട്ടിയെടുക്കട്ടെ. തൈര് ഉടച്ച് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടൊന്ന് ചൂടാക്കി. അപ്പം അതിലിനി കടുകൂടെ വറുത്തി ചേർത്താൽ മതി. അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ. ഇതിൽ ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് ചേർക്കും. എന്നിട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ഞാൻ അതിൽ ചേർത്തതായിരുന്നു. അപ്പം നമ്മുടെ സ്പെഷ്യൽ കറി വയ്ക്കാനായിട്ട് ഞാൻ ഇച്ചിരി വാളംപുളി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇഞ്ചി ഉണങ്ങിയില്ലേ, അപ്പം ഞാൻ ചിന്തിച്ച് ഇത്തിരി ഒരു വായ്ക്ക് ഇപ്പം മീനും ഒന്നും ഇല്ലല്ലേ, അപ്പോൾ ഒരിത്തിരി വായ്ക്കൊരിതിന് വേണ്ടി ഇച്ചിരി ഇഞ്ചിക്കറി വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ഇച്ചിരി പുളിക്കകത്ത് ഇത്തിരി നല്ല ചൂട് വെള്ളം ഇട്ടതേ ഒഴിച്ചു വെച്ചതേ. ഇത്രയും മതി. നല്ല മണം. കുറച്ചുകൂടെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പോവാം. ഒരു 3/4 കിലോ ചെയ്തിട്ട് ഇത്രയേ കിട്ടിയുള്ളൂ. ഞാനൊരു ഇച്ചിരിയും ഓയിലൊഴിച്ചിട്ട് നമുക്ക് ഈ ചുക്കൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടത് പിന്നെ ഉണങ്ങിയതായതുകൊണ്ട് പെട്ടെന്ന് മൂത്തും കിട്ടും. നമുക്കൊരിച്ചിരി ഓയിലൊഴിച്ചാൽ മതി. പക്ഷേ അത് നോക്കിക്കോണം, അത് കരിഞ്ഞു പോകാതെ. ഞാനിത് ഇങ്ങനെ ഇരുന്നാൽ അമ്മയെടുത്ത് ചോദിച്ചു, അമ്മേ ഇതെങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അമ്മയുടെ രീതിയിൽ എനിക്ക് പറഞ്ഞു തന്ന്. കൊച്ചുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല വണ്ടിയിലും കൊച്ചുള്ളി ഇല്ലായിരുന്നു. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഞാൻ പറയില്ല, നല്ല ഉണങ്ങി ഇതായതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇതിപ്പം വീഡിയോയിൽ കൂടെ ഒത്തിരി അങ്ങ് മൂത്തതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മൂത്തിട്ടില്ല. ഇച്ചിരി ചെറിയ തീയിലൂടെ ഞാൻ ഇട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. വീഡിയോയിൽ കൂടെ ഒത്തിരി കറുത്ത് ബ്ലാക്കായിട്ടൊക്കെ പോലെ തോന്നുന്നുണ്ട്. അങ്ങനില്ല, ഇച്ചിരി കൂടെ കിടക്കണം. അപ്പോൾ ഇത് തീ ഞാൻ ഓഫാക്കി. എന്നിട്ട് ഇതിങ്ങ് കോരിയെടുക്കാം. ഇങ്ങനെ ഇഞ്ചി ഇപ്പോൾ ഈ ഐഡിയ എനിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇച്ചിരി ഇഞ്ചിക്കറി കുട്ടികൾക്ക് കൊള്ളാമെന്ന്. അന്നേരം അമ്മ പറഞ്ഞത് ഞാനെല്ലാം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അമ്മയെടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, അമ്മേ ഇതും കൊണ്ട് എന്തോ ചെയ്യാൻ, ചുക്ക് മതെന്ന് പറഞ്ഞു. മക്കളെ എന്നാൽ ഇതൊരു കാര്യം ഇങ്ങനെ അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞു. സാധാരണ ചിലർ വേണമെങ്കിൽ തേങ്ങയൊക്കെ വറുത്തോടെ ചേർക്കും. ഞാൻ തേങ്ങയൊന്നും വറുത്തില്ല. ഇത് ചാറായിട്ടല്ല, ഒരു തൊടുകറി പോലെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ച് ചേർക്കുവാണെങ്കിൽ അടിപൊളി. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുക്ക് ഇങ്ങനെ ആക്കി വെച്ചിരുന്ന നല്ലതാണ്. ഞാൻ പിന്നെ കുറച്ചുകൂടെ ഇഞ്ചി ഇങ്ങനെ ആക്കി ഡബ്ബയിലാക്കി വെക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തിരി കടുക്, ഇതിൽ ഇത്രയും കൊച്ചുള്ളിയും ഒരു അരമുറി സവാളയും പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരെണ്ണം ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തി അരിഞ്ഞത്. ചെറുതാണെങ്കിൽ ഒരു 2 എടുത്തു.
ഇപ്പം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ മൊത്തം കൊച്ചുള്ളി ചേർത്താൽ നല്ലതാ. കുറേയും കൂടെ കൊച്ചുള്ളി ചേർത്താൽ കുറച്ചുകൂടെ നല്ല കറി ഇത്തിരി കൊഴുപ്പായിട്ടും കിട്ടും. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് ഉള്ളിയും കൂടി ഇട്ടോണെങ്കിൽ നല്ല അടിപൊളി മണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചത്, ഒത്തിരി വേണ്ട, 1/4 ടീസ്പൂൺ, ഒരു നുള്ളു കായപ്പൊടിയും കൂടെ. ഇതിനി ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊന്ന് പറയണേ. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കേൾക്കത്തില്ല. കേൾക്കുന്നവരൊന്ന് പറയണേ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉണങ്ങിയ ചുക്കുണ്ടല്ലോ, നമ്മൾ ഇഞ്ചി പൊടിച്ചത്, അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പുളിവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതുണ്ടാക്കിയിട്ടുണ്ടല്ലേ, ഒരു കുറച്ചെടുത്താൽ മതി, 1 സ്പൂണോളം, 1 സ്പൂണല്ല, ഒരു ഇച്ചിരി കൂടെ എടുത്തിട്ട് അത് മാത്രം കൂട്ടിയാണ് ഞാൻ അത് കഴിഞ്ഞ്. നമ്മളില്ലേ വായിക്കൊരു രുചിയില്ല മീൻചാറില്ലാത്തതുകൊണ്ട്. പണ്ടുള്ളൊരു പറയത്തില്ല, കുടംപുളി ഇട്ട മീൻകറി ഇട്ട വായു കയറി ഗ്യാസ് കയറി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അന്നില്ല. ഞാനങ്ങ് പറഞ്ഞാ ഇത് ഇച്ചിരി കിട്ടിയുണ്ടേ നല്ല അടിപൊളിയായിരുന്നു. ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട, ഇത് കൂട്ടിയാണ് കഴിച്ചത്. പക്ഷേ ഈ ചുക്കായിട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് ഉണ്ടാക്കാനൊന്നും പോത്തില്ലേ. ഒത്തിരി വെള്ളമാക്കുന്നില്ലേ, അതൊന്ന് നന്നായി തിളച്ചൊന്ന് ഇച്ചിരി ഒന്ന് വറ്റട്ടെ. ഇനി ഇതിലോട്ടെ ഞാൻ ഇച്ചിരി ശർക്കര ഇട്ട് കൊടുക്കുക. നമ്മളല്ലാതെ ഇച്ചിരി ലൂസാക്കി ഇഞ്ചിക്കറി ഉണ്ടാക്കത്തില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് തണുക്കുമ്പം കുറേയും കൂടെ അങ്ങ് കുറുകിക്കോളും. അതാ പറയുന്നത്, നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വെക്കാൻ കൊച്ചുള്ളി നന്നായിട്ട് ചേർത്താൽ നല്ലതാണ്. ഇത് എനിക്കിങ്ങനെ ഇച്ചിരി പുളിയും എരിയും അങ്ങനെയൊക്കെയുള്ള കറികൾ ഇഷ്ടമാണ്. പക്ഷേ ഇത് എൻ്റെ റീച്ചാനും ഒത്തിരി ഇഷ്ടമായി. ഞാൻ ചിന്തിച്ച് റീച്ചാനൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന്. കണ്ടോ, നമ്മൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ടേ അങ്ങനെ അവിടെ കിടക്കും. അതുപോലെ കുറുകിയാണ് ഇരിക്കുന്നത്. ലാസ്റ്റ് ഞാനൊരു ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ, ഇവിടെ പോളൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇഷ്ടമായി. പ്രൈസനും നന്നായിട്ട് ഇഷ്ടമായി, റീച്ചാനും ഇഷ്ടമായി. ഞാനിത് 2 ദിവസത്തേക്കിനേ ഉള്ളായിരുന്നു. കാരണം എല്ലാവർക്കും ഇച്ചിരിച്ച കൊടുത്തപ്പോഴത്തേക്കിന് തീർന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കള്ളം പറയാമല്ല, ഇത് മാത്രം മതിയായിരുന്നു ചോറിന്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇനി ഞാനങ്ങ് തീ ഓഫാക്കി ഇച്ചിരി നേരം കഴിഞ്ഞ് ഞാൻ കാണിക്കാമേ. അപ്പം ഇതെന്ന് പറയുന്നത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും നമ്മുടെ വെള്ളക്കടലയും വെള്ള വട്ടാണയും ഉണ്ടല്ലേ, അതുകൂടെ മിക്സ് ചെയ്തുള്ള കറിയാണ്. അതുണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കടല കുതിർത്ത് വെച്ചായിരുന്നു, അതിട്ട് കൊടുത്ത്. അപ്പം ഞാൻ ഇതിൽ ഇപ്പോൾ ഈ മസാലകൾ മൂപ്പിച്ചുണ്ടെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തില്ല. പിന്നാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഇപ്പോഴാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഡയറക്റ്റ് അങ്ങ് ചേർക്കുമായിരുന്നു. മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഗരം മസാലയും കൂടെ ചേർക്കുന്നത്. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ കടലക്കറി ഇങ്ങനെയൊക്കെയുള്ള കറികളുണ്ടെങ്കിൽ ഞാൻ അങ്ങ് തലേന്നേ ചെയ്ത് വെക്കും, രാത്രിയിലേ ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ എണീറ്റ് പിന്നെ കടുക് വറുത്തി. രാവിലെ ഈ വിസിലിങ്ങനെ ഇട്ട് അടിക്കണ്ടെന്നും പറഞ്ഞ് ഉറങ്ങുന്നവരൊക്കെ ഉറങ്ങിക്കോട്ടെന്നും പറഞ്ഞ് അല്ലേ സൗണ്ട് കേൾക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ കഴിവതും കൂടുതലും ഞാൻ തലേന്ന് രാത്രിയിലേ അങ്ങ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ കടലയുടെ മണം വന്നുടനെ ഒരാൾ പറഞ്ഞ്, മമ്മി നാളെ പുട്ടുണ്ടാക്കുന്നു. ഞാൻ പറയടാ, പുട്ടുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിന് അല്ല നിങ്ങൾക്ക് ടിഫിന് കൊണ്ടുപോകാൻ എന്തോ ചെയ്യും? അപ്പോൾ അവൻ പറഞ്ഞ്, എന്നാൽ എനിക്ക് വേണ്ടി പുട്ടുണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, രാവിലെ നോക്കട്ടെ, എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടോ, നന്നായിട്ട് കുറുകിയിട്ടുണ്ടേ. അടിപൊളിയായിരുന്നു. എത്ര അടിപൊളി പറഞ്ഞാലും അതുപോലുള്ള ടേസ്റ്റായിരുന്നു. നമുക്ക് കുറച്ച് മതി നമുക്ക് ചോറുണ്ണാം, വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ.
സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.